The ratio of the inner and outer angles of a regular polygon is 7:2. How much is each angle? How many sides does the polygon have? അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും തമ്മിലുള്ള റേഷ്യോ 7:2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നർ ആംഗിൾ നമുക്ക് 7x എന്നും ഔട്ടർ ആംഗിൾ 2x എന്നും എടുക്കാം അല്ലേ? കാരണം എന്താണ്, രണ്ട് റേഷ്യോയിലുള്ള നമ്പേഴ്സിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാവും ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും അല്ലേ? നമുക്കറിയാം ഒരു വെർട്ടെക്സിലെ ഏതൊരു പോളിഗണിന്റെയും ഒരു വെർട്ടെക്സിലെ സം ഓഫ് ഇന്നർ ആംഗിളും സം ഓഫ് ഔട്ടർ ആംഗിളും എന്താണ് 180 ഡിഗ്രി ആണ് അല്ലേ? സോ നമുക്ക് എന്ത് എഴുതാം? ഇന്നർ ആംഗിൾ പ്ലസ് ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇന്നർ ആംഗിൾ 7x ആണ് പ്ലസ് ഔട്ടർ ആംഗിൾ 2x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 7x പ്ലസ് 2x എത്രയാണ്? 9x ആണ് അല്ലേ? സോ 9x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 9 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ? അപ്പോൾ ഇൻറ്റു 9നെ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 9 ആകും. സോ എക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ബൈ 9. 180 ഡിഗ്രി ബൈ 9 എത്രയാണ്? 20 ആണ് അല്ലേ? സോ എക്സ് എന്ന് പറയുന്ന 20 ഡിഗ്രി ആണ്. ഇന്നർ ആംഗിൾ എന്ന് പറയുന്ന എത്രയാണ്? 7x ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? 7x, അതായത് 7 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 20 അല്ലേ? സോ 20 ഡിഗ്രി, ദാറ്റ് ഈസ് 140 ഡിഗ്രി ആണ് ഇന്നർ ആംഗിൾ. ഓക്കെ, ഔട്ടർ ആംഗിൾ എത്രയായിരുന്നു? ഔട്ടർ ആംഗിൾ 2x ആയിരുന്നു അല്ലേ? സോ 2 ഇൻറ്റു എക്സ് എത്ര? 20 ഡിഗ്രി. ഓക്കെ, 2 ഇൻറ്റു 20 ഡിഗ്രി എത്ര? 40 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇന്നർ ആംഗിൾ 140 ഡിഗ്രിയും ഔട്ടർ ആംഗിൾ എത്ര? 40 ഡിഗ്രിയാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സൈഡ്സ് ഡസ് ദ പോളിഗൺ ഹാവ്? ഈ പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഔട്ടർ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ എന്താ? 360/n ആണ് അല്ലേ? വേർ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ഔട്ടർ ആംഗിൾ എത്ര കിട്ടി? 40 ഡിഗ്രി ആണെന്ന് കിട്ടി അല്ലേ? സോ ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 360/n എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്നിൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ ബൈ എന്നിനെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു n ആകും. ഈ 40 ഡിഗ്രിയെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 40 ഡിഗ്രി ആകും അല്ലേ? സോ 360 ഡിഗ്രി ബൈ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു n. ദാറ്റ് ഈസ് 360 ഡിഗ്രി എന്ന് വെച്ചാൽ എത്ര? 9 ഇൻറ്റു 40 ഡിഗ്രി ആണല്ലോ അല്ലേ? കാരണം 9 ഇൻറ്റു 4 36 ആണ്. പിന്നെ 9 ഇൻറ്റു 40 എന്ന് പറയുമ്പോൾ എന്താവും? 360 ആവും അല്ലേ? അപ്പോൾ 9 ഇൻറ്റു 40 എന്ന് വെച്ചാൽ 360 ആണ്. ബൈ ഡിനോമിനേറ്ററുള്ള 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു n. ന്യൂമറേറ്ററുള്ള 40 ഡിഗ്രിയും ഡിനോമിനേറ്ററിലെ 40 ഡിഗ്രിയും ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് 9 ആണല്ലേ? സോ 9 ഈസ് ഈക്വൽ ടു n. അപ്പോൾ n എന്ന നമ്പർ ഓഫ് സൈഡ്സ് ആണല്ലോ. അപ്പോൾ ഈ പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ട്? 9 സൈഡ്സ് ആണ്. ഓക്കെ, there are 4 right triangles, all with ratio of perpendicular sides 3:4. One more information about each triangle is given below. Calculate the length of all 3 sides of each. അതായത് 4 റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ട്. അവയുടെ പെർപെൻഡിക്കുലർ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 3:4 ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ട്രയാങ്കിളിൻ്റെയും ഓരോ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി 3 സൈഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ വരും. അപ്പോൾ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. പെർപെൻഡിക്കുലർ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 3:4 ആണ് അല്ലേ? അപ്പോൾ 3യുടെയും 4ൻ്റെയും സെയിം മൾട്ടിപ്പിൾ ആയിട്ട് പെർപെൻഡിക്കുലർ സൈഡ്സ് എടുക്കുക. അപ്പോൾ ഒന്ന് 3x ഒന്ന് 4x ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ 3 സൈഡ്സ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് എന്താണ്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ? ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈ സ്ക്വയർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പൈതഗോറസ് തിയറം. റൈറ്റ് ട്രയാങ്കിൾസിന് ബാധകമായിട്ടുള്ള തിയറാണ് പൈതഗോറസ് തിയറം. ഓക്കെ, അപ്പോൾ ബേസ് 3x അല്ലേ? അപ്പോൾ 3x ഹോൾ സ്ക്വയർ പ്ലസ് ഹൈറ്റ് 4x ഹോൾ സ്ക്വയർ. ഓക്കെ, 3x ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 3 സ്ക്വയർ എക്സ് സ്ക്വയർ. 3 സ്ക്വയർ 9 അല്ലേ? അപ്പോൾ 9x സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 16 ആണ്. അപ്പോൾ 16x സ്ക്വയർ. 9 പ്ലസ് 16 25 ആണ് അല്ലേ? സോ 25x സ്ക്വയർ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 25x സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ്
25x square അല്ലേ? ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 25 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 25 5 ആണ്, ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എന്താ? എക്സിന് സ്ക്വയർ റൂട്ടും സ്ക്വയർ റൂട്ടും, അപ്പോൾ രണ്ടും സ്ക്വയർ റൂട്ടും സ്ക്വയർ കൂടി ക്യാൻസൽ ചെയ്യും, ബാക്കി എക്സ് ആണ് അല്ലേ? അപ്പോൾ 5 ഇൻറ്റു എക്സ് 5x. അപ്പോൾ ഹൈപ്പോന്യൂസ് എന്താണ്? 5x ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഓരോ ട്രയാങ്കിളിൻ്റെയും ഇൻഫർമേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്താ? ഡിഫറൻസ് ഇൻ ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് ഈസ് 24 മീറ്റർ. അതായത് പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ ഡിഫറൻസ്, പെർപെൻഡിക്കുലർ സൈഡ്സ് ഏതൊക്കെയാണ്? 90 ഡിഗ്രിയിൽ വരുന്ന സൈഡ്സ്, അത് ഏതൊക്കെയാണ്? 4x ഉം 3x അല്ലേ? അപ്പോൾ അവയുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? 4x മൈനസ് 3x അല്ലേ? അത് എത്രയാണ് തന്നിട്ടുള്ളത്? 24 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 4x മൈനസ് 3x എക്സ് അല്ലേ? സോ എക്സ് ഈസ് ഈക്വൽ ടു 24 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് സൈഡ്സ് കാണാമല്ലോ ഈ ട്രയാങ്കിളിൻ്റെ. അപ്പോൾ സൈഡ്സ് എന്ന് പറയുന്ന ഏതൊക്കെയാണ്? ഒന്ന് 3x, ഒന്ന് 4x, പിന്നെ ഒന്ന് 5x ആണ് അല്ലേ സൈഡ്സ്. അപ്പോൾ 3 ഇൻറ്റു എക്സ് എത്ര? 24 മീറ്റർ. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു 24 എത്ര? 72 ആണ് അല്ലേ? അപ്പോൾ 72 മീറ്റർ ആണ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് തന്നിട്ടുണ്ട് റൈറ്റ് ദ ലെങ്ത് ഇൻ മീറ്റർ ആൻഡ് സെൻറ്റിമീറ്റർ. ഓക്കെ, മീറ്ററിൽ സെൻറ്റിമീറ്ററിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം 1 മീറ്റർ എന്ന് വെച്ചാൽ എത്ര? 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ 72 മീറ്റർ എത്ര ആയിരിക്കും? 72 ഇൻറ്റു 100 സെൻറ്റിമീറ്റർ അല്ലേ? അതായത് ദാറ്റ് ഈസ് 7200 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇതാണ് സെൻറ്റിമീറ്ററിലുള്ള വാല്യൂ. ഇനി അടുത്ത സൈഡ് 4x ആണ്. ദാറ്റ് ഈസ് 4 ഇൻറ്റു 24 മീറ്റർ. 24 ഇൻറ്റു 4 എത്രയാണ്? 96 ആണല്ലേ? 96 മീറ്റർ ആണ്. അപ്പോൾ ഇത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? നമുക്കറിയാം 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 96 മീറ്റർ 96 ഇൻറ്റു 100 സെൻറ്റിമീറ്റർ, അത് എത്രയാണ്? 9600 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി 5x എന്ന് വെച്ചാൽ എന്താ? 5 ഇൻറ്റു എക്സ്, എക്സ് 24 അല്ലേ? അപ്പോൾ 5 ഇൻറ്റു 24 മീറ്റർ, അത് എത്രയാണ്? 120 ആണ് അല്ലേ? സോ 120 മീറ്റർ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സെൻറ്റിമീറ്റർ ആക്കാം? 120 ഇൻറ്റു 100 സെൻറ്റിമീറ്റർ, അത് എത്രയാണ്? 12,000 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഒക്കെ കിട്ടി. ഇനി സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ സൈഡ്സും നോക്കാം. അപ്പോൾ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്താ? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ഈസ് 24. പെരിമീറ്റർ ആണ് 24. 3 സൈഡ്സിൻ്റെയും സമ്മാണ് പെരിമീറ്റർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ 3x പ്ലസ് 4x പ്ലസ് 5x ഈസ് ഈക്വൽ ടു 24 മീറ്റർ. അപ്പോൾ 3x പ്ലസ് 4x 7x ആണ്, 7x പ്ലസ് 5x 12x ആണ്. അപ്പോൾ 12x ഈസ് ഈക്വൽ ടു 24 മീറ്റർ. അപ്പോൾ ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 12നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ? അപ്പോൾ ഇൻറ്റു 12നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 12 ആകും. സോ എക്സ് ഈസ് ഈക്വൽ ടു 24/12. 24/12 2 അല്ലേ? സോ 2 മീറ്റർ ആണ് എന്ത്? എക്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ സൈഡ്സ് ഒക്കെ അറിയാമല്ലോ. സൈഡ്സ് ഏതൊക്കെയാണ്? ഒന്ന് 3x, ഒന്ന് 4x, പിന്നെ ഒന്ന് 5x ആണ് സൈഡ്സ് ട്രയാങ്കിളിൻ്റെ അല്ലേ? അപ്പോൾ 3xൻ്റെ വാല്യൂ 2 അല്ലേ? അപ്പോൾ 3 ഇൻറ്റു 2 അത് എത്രയാണ്? 6 മീറ്റർ ആണ്. അപ്പോൾ 6 മീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണ്? നമ്മൾ കണ്ടു 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 6 മീറ്റർ എത്ര ആയിരിക്കും? 600 സെൻറ്റിമീറ്റർ ആയിരിക്കും. പിന്നെ അടുത്തത് 4 ഇൻറ്റു 2 മീറ്റർ, അതായത് 8 മീറ്റർ ആണ്. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ ആണ്? 8 മീറ്റർ. 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 8 മീറ്റർ 800 സെൻറ്റിമീറ്റർ ആയിരിക്കും. പിന്നെ 5x എന്തായിരിക്കും? 5 ഇൻറ്റു 2 മീറ്റർ അല്ലേ? ദാറ്റ് ഈസ് 10 മീറ്റർ. അപ്പോൾ 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 10 മീറ്റർ എന്തായിരിക്കും? 10 ഇൻറ്റു 100, അതായത് 1000 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി മൂന്നാമത്തെ ട്രയാങ്കിളിൻ്റെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ്? ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് 24 സ്ക്വയർ മീറ്റേഴ്സ് അല്ലേ? ഏരിയയാണ് 24 സ്ക്വയർ മീറ്റേഴ്സ്, അതായത് 24 മീറ്റർ സ്ക്വയർ. ഓക്കെ, മീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? സ്ക്വയർ മീറ്റേഴ്സ് ആണ്. ഓക്കെ, യൂണിറ്റ് ആണ് മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ?
ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയാം അല്ലേ. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ് 3x ആണ്, ഇൻറ്റു ഹൈറ്റ് എത്രയാണ് 4x ആണ് അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇതാണ് ഏരിയ. എത്രയാണ് ഏരിയ? 24 മീറ്റർ സ്ക്വയർ. ഓക്കെ, 4/2 2 ആണ്, പിന്നെ 3 × 2 6 ആണ്. അപ്പോൾ 6 × x സ്ക്വയർ ഇസ് ഈക്വൽ ടു 24 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്നും എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 6നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 6നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 6 ആകും. സോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 24/6 meter square. Okay, 20, that is x square is equal to 24/6 എത്രയാണ്? 4 ആണല്ലേ. സോ 4 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ 4 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് 4 മീറ്റർ സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 4 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് മീറ്റർ സ്ക്വയർ എന്ന്. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 4 എത്ര? 2 അല്ലേ. സോ 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് മീറ്റർ സ്ക്വയർ മീറ്റർ അല്ലേ. അപ്പോൾ 2 മീറ്റർ. എക്സ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. സൈഡ്സ് കാണാമല്ലോ, എക്സിൻ്റെ വാല്യൂ കിട്ടിയല്ലോ. അപ്പോൾ സൈഡ്സ് ഈസ് ഈക്വൽ ടു 3x 4x 5x ആയിരുന്നു. അപ്പോൾ 3x എന്ന് വെച്ചാൽ 3 × 2 മീറ്റർ, അത് 6 മീറ്റർ ആണ്. നമ്മൾ കണ്ടു 6 മീറ്റർ, അതിന് മുമ്പ് കണ്ടു. എത്രയാണ്? 600 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ അടുത്തത് 4 × 2 മീറ്റർ, അത് എത്രയാണ്? 8 മീറ്റർ ആണ്, അത് 800 സെൻറ്റിമീറ്റർ. നമ്മൾ മുകളിലുള്ള ട്രയാങ്കിളിൻ്റെ അതേ വാല്യൂസാണ് ഇവിടെയും കിട്ടുന്നത് അല്ലേ. അപ്പോൾ 5 × 2 മീറ്റർ അടുത്ത സൈഡ്, അതായത് 10 മീറ്റർ ആണ്. ദാറ്റ് ഈസ് 1000 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മൂന്നാമത്തെ ട്രയാങ്കിളിൻ്റെ സൈഡ്സ്. രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെയും മൂന്നാമത്തെ ട്രയാങ്കിളിൻ്റെയും സൈഡ്സ് എന്താണ്? സെയിം ആണ്. അടുത്ത ട്രയാങ്കിളിൻ്റെ ഇൻഫർമേഷൻ നോക്കാം. ഹൈപ്പോട്ന്യൂസ് 24 മീറ്റർ ആണ്. നമുക്കറിയാം ഹൈപ്പോട്ന്യൂസ് എന്തായിരുന്നു? 5x ആയിരുന്നു അല്ലേ. അപ്പോൾ 5x ആണ് 24 മീറ്റർ. അപ്പോൾ ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 5നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 5നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 5 ആകും. എക്സ് ഈസ് ഈക്വൽ ടു 24/5 മീറ്റർ ആണ്. ഓക്കെ, 24/5 എത്രയാണ്? 4.8 ആണ് അല്ലേ. അപ്പോൾ 4.8 മീറ്റർ ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സൈഡ്സ് ഏതൊക്കെയായിരുന്നു? സൈഡ്സ് ട്രയാങ്കിളിൻ്റെ ഒന്ന് 3x, ഒന്ന് 4x, ഒന്ന് 5x. ഓക്കെ, അപ്പോൾ ആദ്യത്തത് 3 × 4.8, രണ്ടാമത്തത് 4 × 4.8, ഇതൊക്കെ മീറ്റർ ആണ്. പിന്നെ അടുത്തത് 5 × 4.8 മീറ്റർ. ഓക്കെ, അപ്പോൾ ആദ്യം 3 × 4.8 മീറ്റർ എത്രയാണ്? 48 × 3 നോക്കാം. 4.8 ആണല്ലേ. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ ആൻസറിലും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ വേണം. സോ ബാക്കിൽ നിന്ന് 1 കൗണ്ട് ചെയ്തിട്ട് പോയിന്റ് ഇടാം. എത്രയാണ്? 14.4 മീറ്റർ ആണ്. ഓക്കെ, അടുത്തത് 4.8 × 4 ആണല്ലേ. 48 × 4 നോക്കാം. 192 ആണ്. പക്ഷേ 4.8 ആണല്ലേ. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ ഉണ്ട്. സോ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ വേണം. സോ ബാക്കിൽ നിന്ന് 1 കൗണ്ട് ചെയ്തിട്ട് പോയിന്റ് ഇടാം. അത്ര 19.2 ആണല്ലേ. അപ്പോൾ 19.2 മീറ്റർ ആണ് അടുത്തത്. ഇനി അടുത്ത സൈഡ് 4.8 × 5 ആണ് അല്ലേ. അപ്പോൾ ആദ്യം 48 × 5 നോക്കാം. അപ്പോൾ 240 ആണ്. പക്ഷേ 4.8 അല്ലേ. പോയിന്റ് കഴിഞ്ഞ ഒരു വാല്യൂ ഉണ്ട്. സോ ആൻസറിലും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ വേണം. സോ ബാക്കിൽ നിന്ന് 1 കൗണ്ട് ചെയ്തിട്ട് പോയിന്റ് ഇടാം. അത്ര 24.0 അല്ലെങ്കിൽ 24 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതൊക്കെ സെൻറ്റിമീറ്ററിലും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടു 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 14.4 മീറ്റർ എന്ന് വെച്ചാൽ എന്താ? 14.4 × 100 സെൻറ്റിമീറ്റർ. അതായത് 1 മീറ്ററിന് പകരം 100 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തു അല്ലേ. ദാറ്റ് ഈസ് എന്ത് വരും? 14.4 × 100 എത്ര വരും? ആദ്യം 144 × 100 എത്രയാണ്? 144 × 100 എന്ന് വെച്ചാൽ 144ഉം പിന്നെ 2 സീറോസും അല്ലേ. പക്ഷേ 14.4 ആണ്. പോയിന്റ് കഴിഞ്ഞ ഒരു വാല്യൂ ഉണ്ട്.
അപ്പോൾ ആൻസറിലും പോയിന്റ് കഴിഞ്ഞൊരു വാല്യൂ വേണം. സോ ബാക്കിൽ നിന്ന് 1 കൗണ്ട് ചെയ്തൊരു പോയിന്റ് ഇടുക. അപ്പോൾ എത്രയാണ്? 1440.0 അല്ലേ? അതായത് 1440 സെൻറ്റിമീറ്റർ. ഓക്കെ, അതേപോലെ 19.2 മീറ്റർ എന്ത് വരും? 19.2 ഇൻറ്റു മീറ്ററിന് പകരം 100 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അതെന്ത് വരും? 192 ഇൻറ്റു 100 ചെയ്യുക. അത്ര 192 2 സീറോസും. ഇതാണ് 192 ഇൻറ്റു 100. പക്ഷേ 19.2 ആണ്. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ ഉണ്ട്. സോ ആൻസറിലും പോയിന്റ് കഴിഞ്ഞ ഒരു വാല്യൂ ആണ്. സോ ബാക്കിൽ നിന്ന് 1 കൗണ്ട് ചെയ്തിട്ട് പോയിന്റ് ഇടാം. ഇപ്പം എത്ര? 1920.0 അല്ലേ? അതായത് 1920 സെൻറ്റിമീറ്റർ. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സീറോ, ലാസ്റ്റുള്ള സീറോ എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് 1920 എടുത്തിട്ടുള്ളത്. അപ്പം അടുത്തത് 24 മീറ്റർ എന്ന് വെച്ചാൽ 24 മീറ്ററിന് പകരം 100 സെൻറ്റിമീറ്റർ. ഓക്കെ, ദാറ്റ് ഈസ് 2400 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ്. ഓക്കെ, the sides of two squares are in the ratio 3:4. What is the ratio of their areas? അതായത് രണ്ട് സ്ക്വയേഴ്സിൻ്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 3:4 ആണ്. അങ്ങനെയാണെങ്കിൽ അവയുടെ ഏരിയാസ് തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സൈഡ്സ് നമുക്ക് 3x-ഉം 4x-ഉം എടുക്കാമല്ലോ. സൈഡ് ഓഫ് ഫസ്റ്റ് സ്ക്വയർ അത് നമുക്ക് എന്ത് 3x എന്നെടുക്കാം. അപ്പോൾ സൈഡ് ഓഫ് സെക്കൻഡ് സ്ക്വയർ എന്തായിരിക്കും? 4x ആയിരിക്കും അല്ലേ? കാരണം എന്താണ്? 3:4 റേഷ്യോയിലായതുകൊണ്ട്. ഏരിയാസ് തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് ഫസ്റ്റ് സ്ക്വയർ എന്തായിരിക്കും? സ്ക്വയറിൻ്റെ ഏരിയ ആണല്ലോ ഇക്വേഷൻ, സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് സ്ക്വയറിൻ്റെ സൈഡ് 3x അല്ലേ? അപ്പോൾ 3x ഇൻറ്റു 3x ആയിരിക്കും. 3 ഇൻറ്റു 3 9, x ഇൻറ്റു x സ്ക്വയർ ആണല്ലേ? അപ്പോൾ 9x² ആണ്. ഏരിയ ഓഫ് സെക്കൻഡ് സ്ക്വയർ എന്തായിരിക്കും? സെക്കൻഡ് സ്ക്വയറിൻ്റെ സൈഡ് 4x അല്ലേ? അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് എന്ത് വരും? 4x ഇൻറ്റു 4x അല്ലേ? 4 ഇൻറ്റു 4 16 ആണ്. x ഇൻറ്റു x സ്ക്വയർ അല്ലേ? 16x². അപ്പോൾ റേഷ്യോ ഓഫ് ഏരിയാസ് എന്തായിരിക്കും? 9x² ഈസ് ടു 16x² ആണല്ലേ? ദാറ്റ് ഈസ് രണ്ട് സൈഡിലും x² കോമൺ ആണ് അല്ലേ? അപ്പോൾ x² ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള എന്താ? 9:16 ആണല്ലേ? സോ റേഷ്യോ എത്രയാണ്? 9:16.